അതുപോലെ തന്നെ ഹൈമ, ഇവർ രണ്ടുപേരുമാണ് മീനാക്ഷിനെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിപ്പിച്ചതും അതുപോലെ തന്നെ നമുക്ക് പാർലർ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഭയങ്കര സപ്പോർട്ടും പ്രോഡക്ട്സ് വാങ്ങി തരുന്നതാണെങ്കിലും എല്ലാം ചെയ്തത് ഇവർ രണ്ടുപേരാണ്. ഒരു കയ്യടി അവർക്ക് കൊടുക്കാനായിരിക്കും. പാർലറിന്റെ പശ്ചാത്തലമൊക്കെ നല്ല ഭംഗിയായിട്ട് ഒറിജിനൽ പാർലറിലൊക്കെയാണ് നമ്മള്. ഞാൻ ശിവരഞ്ജനിനെ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോളോ ചെയ്യണ്ടായിരുന്നു. അപ്പൊ തൊട്ട് പോസ്റ്റർ വിക്ടോറിയന്റെ കാണലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പടം ഇറങ്ങിയ സമയത്തും ഇന്ത്യയിൽ പ്രദർശനം തുടങ്ങിയിട്ടില്ല. അപ്പോഴും ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു വിക്ടോറിയ കാണാൻ. കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ ഭയങ്കര വളരെ പറയാൻ പറ്റാത്തൊരു അനുഭവമായി. കാരണം പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു എല്ലാ ഇമോഷൻസും എല്ലാവരും വളരെ നാച്ചുറലായിട്ട് അഭിനയിച്ചു. ശ്രീഷ്മേച്ചിനും ലൈക്ക് ഞാൻ മുന്നേ ഡാൻസ് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു, അങ്ങനെയുണ്ട്. ഒരു ക്ലാസ്സിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കുറെ നാള് വെയിറ്റ് ചെയ്ത് ആ ഒരു പ്രസൻസ് സ്ക്രീനിൽ എല്ലാവരും കണ്ടപ്പോൾ കുറെ നാള് വെയിറ്റ് ചെയ്ത് കാണുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. അത് ഇത്രയും നാച്ചുറലായിട്ട് എടുക്കാനും നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനും ആ ഒരു ഹോൾ ടീമിന് അവരത്രയും കൈയ്യടി, ലൈക്ക് അവര് അത്രയും ആശംസകൾ അവര് അർഹിക്കുന്നുണ്ട്. ഇനിയും കുറെ നല്ല സിനിമകൾ എടുക്കുക. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇൻസ്പിറേഷൻ ആവാം. താങ്ക് യു സോ മച്ച്. ശിവരഞ്ജനി ഉദ്ദേശിച്ച രീതിയിൽ ആ വിക്ടോറിയ കഥാപാത്രമാണ് എനിക്ക് വേഗം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമോന്ന്. നമ്മൾക്ക് ഈ ഒരു അങ്കമാലി ചാലക്കുടി ഭാഷ വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ മീനാക്ഷി തൃപ്പൂണിത്തറയെന്നാണ്. അപ്പോൾ മീനാക്ഷിയോട് ഞാൻ രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, പാർലറിൽ പോയിട്ട് കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതും, പിന്നെ ഈ ഭാഷ വരണം എന്നുള്ളത്. അപ്പോൾ ഇവരുടെ ഒപ്പം പോയി വർക്ക് ചെയ്യാനുള്ള എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 1.5 ആഴ്ച അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ പോവും, വൈകുന്നേരം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ പോയിട്ട് പഠിക്കാൻ പറ്റി. പിന്നെ നിജീജൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ അങ്കമാലി ഭാഷയിലാണ്. അപ്പോൾ അതൊരുപാട് അല്ല, മീനാക്ഷി തിയേറ്റർ ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. പിന്നെ അവൾ 1-2 ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു സമയത്താണ് ഈ സിനിമയിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവൾക്ക് 1-2 നല്ല സിനിമകൾ വന്നിട്ടൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് പുറത്തിറങ്ങിയത് നമ്മുടെ സിനിമയാണ്. സിനിമയ്ക്ക് അത്രയും ഇത് ചെയ്തില്ലേ? അതെ, ഒരുപാട് അതിനുവേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അവള്. അതുപോലെ ഈ കോഴിയായിട്ടുള്ള സീൻസ് ഒക്കെ ചെയ്യാനായിട്ട് അതും നല്ല. ഇവരൊക്കെ പിന്നെ ജീന ചേച്ചി തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്. ശ്രീഷ്മയും തിയേറ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ശ്രീഷ്മ കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. പൊമ്പിളെ ഒരുമയെന്ന് പറഞ്ഞ സിനിമയ്ക്ക് മികച്ച സഹനടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കഴിഞ്ഞ വർഷം ലഭിച്ച ആളാണ്. പക്ഷെ ഞാൻ കാണുമ്പോൾ ഒരു സിനിമ ചെയ്തിരിക്കുന്നു. മീനാക്ഷിയായിട്ടുള്ള ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഭാഷ തൃശ്ശൂർ ഭാഷയായിട്ട് തോന്നിയില്ല. നമ്മുടെ ഭാഷയൊക്കെ ഏതാണ്ട് ഒരുപോലെയാണ്. അല്ലെ, നമ്മുടെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അത് പിന്നെ ശ്രീജ വരാൻ പറ്റിയില്ല. ദീപ എന്ന് പറഞ്ഞ ക്യാരക്ടർ കഥയൊക്കെ പറയുന്ന ആള് കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. എല്ലാരും ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഞാൻ നിങ്ങൾ എന്ത് പറയുന്നത് ഭയങ്കര ക്യൂരിയസ്. പിന്നെന്താ മീനാക്ഷി കരയുന്ന ഇതില്ലേ, ശരിക്കും ഞങ്ങൾ കരഞ്ഞുപോയി. ഒരു സമയത്ത് ഞങ്ങളും ഇങ്ങനെയൊക്കെ എന്താ പറയാ വർക്കിന്റെ സ്ട്രഗിള് കസ്റ്റമേഴ്സിനെ അറിയിക്കാതെ ഞങ്ങൾ പലതും അങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണം കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് വേണം പെരുമാറാനായിട്ട്. നമ്മുടെ വിഷമങ്ങളൊക്കെ നമ്മൾ ഉള്ളിലൊതുക്കി അങ്ങനെ അത്ര ഭയങ്കര കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് അത് നമ്മള് മീനാക്ഷി എല്ലായിടത്തും ഇപ്പൊ പറയുന്ന ഒരു സാധനമാണ്. ഈ സിനിമ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ജോലികളിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു വിഷമം നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ബാത്റൂമിൽ പോയി കരഞ്ഞിട്ട് പുറത്ത് വന്ന് ചിരിച്ച മുഖത്ത് നിൽക്കുന്ന ഒരു സംഗതി തന്നെയാണത്. ഒരുപക്ഷെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ വരുന്ന വഴിക്ക് എന്തെങ്കിലും ചെറിയൊരു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഭയങ്കര എഫക്റ്റ് ചെയ്യും. പക്ഷെ അതൊന്നും കസ്റ്റമേഴ്സിനെ അറിയിക്കാതെ ഭംഗിയായിട്ട് തന്നെ നമ്മൾ അവരെ കെയർ ചെയ്ത് അവർക്ക് ആ സർവീസ് കൊടുത്ത് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് വിടാം. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഏത് ജോലിയിൽ ഉണ്ടാവാം, പക്ഷെ ഞാൻ ആ ഒരു ഫീൽഡിലായതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി കൊണ്ടുപോകും. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലെ പ്രധാന നടി വന്നിട്ടില്ല? ഇല്ല, അവൾക്ക് വരണം എന്നുണ്ടായിരുന്നു. പക്ഷെ
എന്തോ ഇപ്പോൾ പ്രധാന തൃപ്പൂണിത്തുറ നാടകം നാടകമുണ്ട് ആള്, പിന്നെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് അങ്ങനെ. ഇപ്പൊ സോണി ലിവിൽ ഒരു സീരീസ് കിട്ടിയിട്ടുണ്ട്, എന്താ പേര്? മീനാക്ഷി ജയൻ. മീനാക്ഷിക്ക് ഷാങ്ഹായ് ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചു. ഈ സിനിമയ്ക്ക് നമുക്ക് കിട്ടിയ വലിയൊരു അംഗീകാരങ്ങളിൽ ഒന്നാണ്. ശിവരഞ്ജിക്ക് എങ്ങനെയാ ഈ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇത്രയും ലൈഫ് ഉണ്ടാക്കാം? ഞാൻ ആക്ച്വലി ഇവരുടെ പാർലറിൽ ഒരു ദിവസം ചെന്നപ്പോൾ, അന്ന് നീതു ചേച്ചി അവിടെ വർക്ക് ചെയ്യുന്നില്ല, ഇതിന് മുമ്പുണ്ടായിരുന്ന ബെൻസി ചേച്ചി, പിന്നെ അവിടെ വിക്ടോറിയ എന്ന് പറയുന്നൊരു നമ്മുടെ അടുത്ത സുഹൃത്തുണ്ട്. ആളിന്ന് വരാൻ പറ്റിയില്ല, അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ വിക്ടോറിയയും കൂടി ഇന്ന് എത്തേണ്ടതാണ്. വിക്ടോറിയയുടെ അടുത്ത് നിന്നാണ് ആ പേര് ഞാൻ കടം വാങ്ങിയത്. കഥയായിട്ട് ബന്ധമൊന്നുമില്ല ആൾക്ക്, പക്ഷെ വിക്ടോറിയയുടെ പേര് ഞാൻ അടിച്ചു മാറ്റുന്നു എന്ന് അവളോട് പറഞ്ഞു. അന്ന് ഞാനൊരു ദിവസം ചെന്നു, ഒരു 6 കൊല്ലം മുമ്പ് അവിടെ ചെന്നപ്പോൾ അവരുടെ പാർലറിൽ ഒരു കോഴി ഇരിക്കുന്നുണ്ടായിരുന്നു. അത് മിനിച്ചേച്ചിയാണ്, അല്ല അവിടെ വർക്ക് ചെയ്തിരുന്ന മിനിച്ചേച്ചി പുണ്യാളിന് കൊടുക്കാനായിട്ട് തൽക്കാലത്തേക്ക് ഒന്ന് വച്ചതായിരുന്നു. അതാണ് എനിക്ക് ഈ സിനിമ എഴുതാനായിട്ട് ഇൻസ്പിറേഷൻ ആയത്. എടപ്പള്ളി സീനൊക്കെ അത് തന്നെയാണ്. അത് അവിടെ നമ്മൾ പെരുന്നാളിന്റെ സമയത്ത് മെയ് 1-2 സമയത്ത് പോയി ഷൂട്ട് ചെയ്തതാണ്. ശിവരഞ്ജിനിയുടെ അങ്കമാലി മഞ്ഞപ്രാന്ന് പറയും. പിന്നെ കുറെ കഥകളെല്ലാം ഇതിനകത്ത് പറയുന്ന കഥകളൊക്കെ എന്റെ നാട്ടിൽ നടന്ന, പ്ലംബറിന്റെ കാര്യമൊക്കെ എന്റെ തൊട്ടപ്പുറത്ത് നടന്ന കാര്യമാണ്. അപ്പൊ അവര് പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ അങ്ങനെ പല പല കഥകൾ പലയിടത്തും. ചെറിയ കുട്ടികളുടെ തുടങ്ങി ടീനേജേഴ്സ് തുടങ്ങിയ അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം അങ്ങനെ അത്രയും സമയം കൊണ്ട് കവർ ചെയ്യാൻ പറ്റിയില്ല. വിക്ടോറിയ ടീമിന് അഭിനന്ദനങ്ങൾ. ഞാൻ അന്നാട് ഫിലിം സൊസൈറ്റി പ്രസിഡന്റാണ്. അപ്പോൾ അതിൽ വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ ചിത്രം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരു കഥാതന്തു ആ ഒരു ബ്യൂട്ടി പാർലറിൻ്റെ പശ്ചാത്തലത്തിൽ ആ വൈകാരിക തലങ്ങളിലൂടെ കൊണ്ടുപോയിട്ട് എത്രമാത്രം സ്ത്രീകളുടെ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുക എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ അതിൽ ഓരോ അഭിനേതാക്കൾ വരച്ച് കാണിച്ചിട്ടുണ്ട്. അത് ഡയറക്ടർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. അതോടൊപ്പം തന്നെ അതിൽ പറയുന്ന കാര്യങ്ങൾ ഒരു അതിജീവനത്തിൻ്റെ ഒരു കാര്യം കൂടി അതിൽ വളരെ കൃത്യമായിട്ട് ഓരോ മൈന്യൂട്ട് പോയിന്റുകളും മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെയാണ് തരണം ചെയ്ത് പോകാണെന്നും ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് അതിലെ ആ കുട്ടി ഈ അവസാനം കെട്ടിപ്പിടിച്ച് കരയുന്നൊരു രംഗം വളരെ വൈകാരിക തലാണത്. കാരണം ഇഷ്ടപ്പെടുന്ന പുരുഷൻ തള്ളിപ്പറയുന്ന സന്ദർഭത്തിൽ ഞാൻ എവിടെയാണ് അഭയം എന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കുമ്പോഴാണ് ആ ഒരു സുഹൃത്ത് വഴി ഉള്ള ആ ഒരു വൈകാരിക തലം അത് വളരെ മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. കാരണം അവരുടെ ആ ഒരു പ്രൊഫഷനിലൂടെ കടന്നു പോയിട്ടാണ് അതിൻ്റെ ഒരു തലം പോയേക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ടച്ചിങ് എന്ന് പറയുന്നത്. അതൊരു ഡയറക്ടർ ഒരു സ്പെഷ്യൽ ടച്ചിങ് ആണ് അത്. കാരണം അതായത് അവരുടെ ആ ഒരു ഡയറക്ടറിലൂടെ കടന്നു പോയിട്ട് ആ തലത്തിലൂടെ പൊട്ടിക്കറിയുന്ന രംഗം വളരെ മനോഹരമായിട്ടുണ്ട്. ഒപ്പം ഇനിയും ഈ ചിത്രം ഒരുപാട് കാര്യങ്ങളിലേക്ക് എത്തട്ടെ ആശംസിക്കുന്നു. എല്ലാവിധ പ്രാർത്ഥന. എനിക്ക് ഇന്നലെ ഞാൻ കണ്ടിരുന്നു സിനിമ. ഇന്നലെ കണ്ട് ഞാൻ ഒരു ചേച്ചിയോട് കാര്യം പറഞ്ഞു. അതായത് ശരിക്കും മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 90% ഒന്ന് ചേർത്ത് പിടിച്ചാൽ ഒന്ന് തീരാവുന്ന കാര്യങ്ങളുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ ബാലചേച്ചിയോട് പറഞ്ഞതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ശരിക്കും അതാ തോന്നിയത് എനിക്ക്. കാരണം ആ അടി കിട്ടിയ പാട് അവർ അത്ര നേരം അതിൽ വർക്ക് ചെയ്യുന്നുണ്ട് പാർലറിൽ, ഒരാൾ പോലും ചോദിച്ചിട്ടില്ല. ആ ചോദിക്കുന്ന നിമിഷത്തിലെ ആ ഒരു ഭാവപ്പകർച്ചയും ആ ഒരു അവസ്ഥയും അത് കഴിഞ്ഞ് ആ ചോദിച്ച നിമിഷത്തിലുള്ള ഉള്ളു തുറന്നുള്ള കരച്ചിൽ, അതോടുകൂടി ആ പ്രശ്നം അവരവിടെ റിലാക്സ്ഡ് ആവുകയാണ്. അത് പലപ്പോഴും സ്വന്തം അനുഭവം വെച്ച് ഇങ്ങനെ അത് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തു. എനിക്ക് ജീവിതത്തിൽ നിന്ന് എഴുതിയതാണത്. ആക്ച്വലി എനിക്കും എൻ്റെ സ്ത്രീ സുഹൃത്തുക്കളാണ് ഉണ്ടായിട്ടുള്ളത്. എന്തെങ്കിലും വിഷമം വന്നാൽ അവർക്കാണ് പറയാണ്ട് അറിയാൻ അത് പറ്റിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെറിയ പ്രശ്നം അവർക്കാണ് കാണാൻ പറ്റുക. നമ്മൾ ഉള്ളിൽ ഒളിപ്പിച്ചാലും അവരാണ് അത് പുറത്തെടുക്കുക. നമ്മൾ സെറ്റ് ഇട്ടതാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയില്. ഈ പുറത്തെ ഭാഗങ്ങളൊക്കെ അങ്കമാലിയിലും ഒക്കെ ആയിട്ട് ചെയ്തു. അത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് അത് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാം ചിത്രാഞ്ജലി തന്നെയാണ്. നമ്മൾ സെറ്റ് ഫുള്ളായിട്ട് ഫ്രം സ്ക്രാച്ച് പണിയായിരുന്നു. പാർലർ സെറ്റാണ്. പാർലർ മൊത്തമായിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തതാണ്. അപ്പൊ അതിന് സാധനങ്ങളൊക്കെ വാങ്ങി, പിന്നെ ഇത് ചേച്ചിക്ക് കുറെ സാധനങ്ങൾ വാങ്ങി തന്നതൊക്കെ അവിടുത്തെ പ്രോഡക്ട്സ് ഒക്കെ. അല്ലല്ല, അവരുടെ പാർലറിലോട്ട് കയറി പോകുന്ന പോലെ കാണിച്ച് കട്ട് ചെയ്ത് നമ്മൾ നേരെ തിരുവനന്തപുരത്താണ് സെറ്റ് ഇട്ടത്. അപ്പൊ അവിടെ തിരുവനന്തപുരത്തെ കുറെ പാർലറിൽ നിന്ന് കുറെ സാധനങ്ങൾ, പഴയ ചെയറും ഒക്കെ എടുത്തോണ്ട് വന്ന് അങ്ങനെ സെറ്റ് ചെയ്തതാണത്.
ഞാൻ ആദ്യം വിചാരിച്ച പാർലർ ആ ഒരു ഫ്രീ ആ സ്പേസ് അത്രയും കിട്ടില്ലല്ലോ നമുക്ക് അതെ, അതെ, അതെ. ഇതിനുള്ളത്. കുറച്ചും കൂടെ കൺട്രോൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സെറ്റ് ആയതുകൊണ്ട് നമുക്ക് മൂവ്മെന്റ്സും എല്ലാം കുറച്ചുകൂടെ കൺട്രോളിൽ കിട്ടി. രണ്ട് കാര്യം. ഒന്ന്, സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴേ ഈ പുരുഷൻ എന്നുള്ള രീതിയിൽ എനിക്കൊന്നും പറയാനില്ല, അതൊന്നും പറയാനില്ല, അത് വേറൊരു കാര്യം. രണ്ട്, എഡിറ്റർ എന്നുള്ള നിങ്ങൾ ഇതിൻ്റെ ചിത്രസംയോജനം കൂടി ചെയ്തിട്ടുണ്ടല്ലോ. അത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംവിധായകൻ ബേസിക്കലി ഒരു എഡിറ്റർ ആവുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ട് ഇതിൽ അറിയാൻ പറ്റി ഷോർട്സിൻ്റെ. അതും മൂന്നാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ അത് ചോദ്യമാണ്. 1.5 കോടിയിൽ ഇതായിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ അറിയാൻ ചോദിക്കുകയാണ്. കാരണം എൻ്റെ സുഹൃത്ത് സനോജ് മറ്റേ അരിക്ക് ചെയ്ത് അതിൻ്റെ കൂടെ ഞാൻ കുറേ കാലം ഉണ്ടായിരുന്നു. അവർ ബുദ്ധിമുട്ടിയത് എനിക്കറിയാം. നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുണ്ടായോ? ഫണ്ടിങ്ങിൻ്റെ ഒരു കേസിലും ഇതിലും ഇത് ഇനഫായിരുന്നു എന്നറിയാൻ ചോദിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്കിത് സമയത്തിന് കിട്ടില്ല. നമ്മൾ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവരോട് ചോദിച്ച്, ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ടാവും ഗവൺമെൻറ് അനുവദിച്ച് തരുന്നത്. അയാളോട് നമ്മൾ ഓരോ ചിലവും ചോദിച്ച്, അപ്പോൾ അവർ കുറച്ചായിട്ടാണ് ഇത് അനുവദിച്ച് തരുന്നത്. സമയത്തിന് കിട്ടിക്കൊള്ളണമെന്നില്ല. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമുക്ക്. പിന്നെ എനിക്കുണ്ടായ ഒരു ഗുണം എന്ന് പറയുന്നത്, കൃത്യം ഫണ്ട് വന്ന സമയത്ത് ഞാൻ 20 ദിവസത്തിലെ പടം തീർത്തു. പിന്നെ ഒരു സെക്കൻഡ് ഷെഡ്യൂളിനൊന്നും വച്ചില്ല. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ സെറ്റ് ഇട്ടാൽ 20 ദിവസത്തിൽ നമ്മളത് തീർത്തു. അപ്പോൾ അത് പെട്ടെന്ന് അത് ഹെൽപ്ഫുൾ ആയി. അതുകൊണ്ട് ഷൂട്ടെങ്കിലും കഴിഞ്ഞു. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായത് പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഈ VFX ഒരുപാടുണ്ട് സിനിമയിൽ. കണ്ണാടികളെല്ലാം ക്ലീൻ ചെയ്തതാണ് നമ്മൾ. കാരണം കണ്ണാടിയിലെല്ലാം ആളുകളും ക്യാമറയും ഒക്കെ ഉണ്ട്. ഇത്രയും കണ്ണാടി ഉള്ളതുകൊണ്ട് അപ്പോൾ അതിന് ഫണ്ട് അനുവദിച്ച് കിട്ടാനും ആളെ അനുവദിച്ച് തരാനും ഇപ്പോൾ KSFDCയുടെ ഓരോ പ്രോസസ്സിനും ഒരുപാട് സമയം എടുക്കും. അത് അവരെയും അവിടെ ആയിരിക്കുന്നവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ആ ഒരു പേപ്പർ വർക്കും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സും വേണം. അപ്പോൾ അതാണ് ഏറ്റവും അധികം ഇതായത്. പിന്നെ തിരുവനന്തപുരത്ത് ഈ സെറ്റ് ഇട്ടതും എനിക്ക് ഹെൽപ്ഫുൾ ആയി. ചിത്രാഞ്ജലി തന്നെയാണ്. അപ്പോൾ അവർക്ക് വരാനും എല്ലാം അവിടെ തന്നെ ചെയ്തത്. അതുകൊണ്ട് എനിക്ക് പിന്നെ അരികിനൊക്കെ ഒരുപാട് ലൊക്കേഷൻസും ഒരുപാട് ആക്ടേഴ്സും സ്കെയിൽ ഇച്ചിരി വലുതായിരുന്നു. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ സ്ട്രഗിൾ ആയിരുന്നു. ബേസിക്കലി നിങ്ങളൊരു എഡിറ്റർ കൂടി ആയതുകൊണ്ട് ഈ ഡ്യൂറേഷൻ ഓഫ് ദി ഫിലിം ശരിക്കും കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞ മാതിരി 85 മറ്റവർക്ക് അത് പലപ്പോഴും പറ്റാതെ വരുന്നുണ്ട് സ്ക്രിപ്റ്റിൻ്റെ ഒരു ഇതുകൊണ്ട്. അപ്പോൾ അതിനാ ഞാൻ ഒരു സംവിധായക കം എഡിറ്റർക്കാണ് എൻ്റെ അനുമോദനം. അത് ആക്ച്വലി ഭയങ്കര എളുപ്പമാക്കി ആ ജോലി. എന്ന് വെച്ചാൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആവശ്യമുള്ള മാത്രമേ ചെയ്യുന്നുള്ളൂ. ആവശ്യമുള്ള മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. എക്സസ് ആയിട്ടുള്ള ഒന്നുമില്ല. വളരെ കുറച്ച് സാധനങ്ങളെ ഒഴിവാക്കിയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ 40 മിനിറ്റ് ഒക്കെ ഉള്ളൂ സിനിമ. ഞാൻ ഒരു ഫസ്റ്റ് കട്ട് വെറുതെ വെച്ചപ്പോൾ ഇപ്പോൾ 1:25 വെറും 10 മിനിറ്റ് ഒക്കെ സിനിമയുടെ കളഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അത് ഞാൻ തന്നെയാണ് അവസാനം ഇതൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ എന്താ പറയാ, സൗഹൃദങ്ങളുടെ ഒരു സാധനം, അതുപോലെ ഒരു കൂട്ടുകാരി ഉണ്ടാവണമെന്ന് ഇവിടെയുള്ള എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാവും. ആ ഒരു സീൻ ഭയങ്കര ടച്ചിങ് ആയിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. രണ്ടാമത് കണ്ടപ്പോഴും ഭയങ്കരമായിട്ട് മനസ്സ് ആഗ്രഹമായി. ഇന്ന് രണ്ടാമത് കണ്ടോ? ഇന്നലെ കണ്ടു. ഇന്നലെ കണ്ട അനുഭവം ഞാൻ പറഞ്ഞത്. ഇന്ന് വീണ്ടും ഞാൻ ആ സമയത്ത് ഇന്നത്തേക്കുള്ള ടിക്കറ്റ് എടുക്കാൻ ഇവിടെ ചാലക്കുടിയിൽ ഓടി പോകുന്നല്ലേ. 3 ദിവസമായി ഇതിന്റെ പിന്നാലെ. ഇനിയിപ്പോ നമുക്ക് മാക്സിമം ഒരു 3 ദിവസം കൂടി പ്രതീക്ഷിച്ചാൽ ചെയ്യണം. ഈ വ്യാഴാഴ്ച കളങ്കാവലൊക്കെ വരുന്നതോടുകൂടി. ഇല്ല, കളങ്കാവല് നീട്ടിയില്ല. ആണോ? വീണ്ടും നീട്ടിയില്ലേ? 5-ാം തീയതിയാണോ? സിനിമയെ കുറിച്ച് ആ സിനിമ വരുന്ന ഫ്ലോ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പോകുന്ന രീതിയിലാണ്. അജയൻ ചേട്ടൻ പറഞ്ഞ പോലെ അനാവശ്യമായിട്ടുള്ള ഷോട്ടുകളില്ല. നമ്മളിപ്പോ ഫെസ്റ്റിവൽ മൂവീസ് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്, IFPക്ക് പോകുന്നതാണ്. നമ്മൾ കാണുന്ന പല സിനിമകൾക്കും ഡ്യൂറേഷൻ കൂട്ടാനായിട്ട് ഒരുപാട് ലോങ് ഷോട്ട്സ് അല്ലെങ്കിൽ സ്റ്റിൽ ഷോട്ട്സ് ഒരുപാട് ഇങ്ങനെ വെച്ച് നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈം എന്തിനാണ് ഇത്രയും ഡിലേ ആക്കുന്നത് എന്നൊക്കെ തോന്നുന്നു. IFKയിൽ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ Q&A സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സിനിമ ഒരു 10 മിനിറ്റോളം ഒരു ലോങ് ഷോട്ടാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അത് ആ കഥാപാത്രത്തിന്റെ ഒരു ബോറിംഗ് ഫീൽ ഉണ്ട്, അത് കാണികൾക്കും കൂടി എത്താൻ ആണ് അങ്ങനെ ചെയ്തത് എന്നാണ് അങ്ങനെ ഒരു മറുപടിയാണ് കിട്ടിയത്. ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ബോറടിക്കാത്ത രീതിയിൽ, എന്നാൽ ചെറിയ ബഡ്ജറ്റിൽ നമുക്കത് എങ്ങനെ ആൾക്കാരെ എൻജോയ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിൽ നല്ല രീതിയിൽ ആ സിനിമ എടുത്തു വെച്ചാൽ ആ ഫ്ലോ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഒപ്പം ആ ഫീലിങ്സ് ഇങ്ങനെ നമ്മളൊക്കെ ഇറങ്ങി വരും. സിനിമയെ കുറിച്ച് വളരെ എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉള്ളതുകൊണ്ട്
മറ്റേ ആ കഥ സ്റ്റോറീസിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അവരോട് പ്രത്യേക അഭിനന്ദനം പറയുന്നത്. ആ സ്റ്റോറീസ് നമ്മൾ കുറച്ച് വളരെ എൻജോയ് ചെയ്ത് പോകുന്നത്. അവരോട് പ്രത്യേകം ഞങ്ങൾ എല്ലാവരും അഭിനന്ദനം കൂടി അറിയിക്കണം. മറ്റൊന്ന് ഇവിടെ വന്നിട്ടുള്ള കാണികളോടാണ്. എല്ലാവർക്കും അറിയുമെന്നറിയില്ല, സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് വെച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ളൊരു സിനിമയാണ്. നമ്മൾ കാണുന്ന സോ കോൾഡ് ബിഗ് ബഡ്ജറ്റ് സിനിമകൾ പോലെ ഒരുപാട് തിയേറ്റർ അവർക്ക് കിട്ടുന്നില്ല. പരിമിതമായ തിയേറ്ററുകളാണ് അക്കാദമി ഇവർ തന്നെ ബോർഡ് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോലുള്ള ഫിലിം സൊസൈറ്റികളും മറ്റു സുഹൃത്തുക്കളൊക്കെ ചേർന്നാണ് പല സ്ഥലത്തും സിനിമ ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ ഇലക്ഷൻ്റെ സമയമായതുകൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഇവിടെ തിയേറ്ററിൽ ആളുകൾ എത്തിക്കാൻ പറ്റുമായിരുന്നു. കാരണം നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ബട്ട് എല്ലാവരും ഈ പ്രചരണം മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് കാണികൾ കുറച്ചും കൂടി, എന്നാൽ മോശമല്ലാത്തൊരു കാണികൾ നമ്മളിവിടെ എത്തിക്കാൻ സാധിച്ചത്. ഞാൻ പ്രേക്ഷകരോട് പറയുന്നത്, നിങ്ങളുടെ റിവ്യൂസ് നിങ്ങൾക്ക് എന്തായാലും ഇതൊരു ഫീൽ ചെയ്തിട്ടുണ്ടോ, ആ ഫീൽ ചെയ്ത അനുഭവം നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളിലോ പങ്കുവെക്കണം എന്നാണ്. എന്നാലാണ് ഈ സിനിമ ഇനിയും തുടർന്ന് നാളെ ഇവിടെ തിയേറ്ററിൽ ഉണ്ടാവുള്ളൂ. കാരണം 3 ദിവസം നമ്മൾ കുറച്ചേച്ച് ആളുകൾ എത്തിച്ച് സിനിമ ഇവിടെ ഇന്ന് വരെ പിടിച്ചു നിർത്തി. നാളെ മുതലുള്ള ഷോകൾ നിങ്ങളുടെയും കൂടി ഒരു പിന്തുണ ഉണ്ടെങ്കിലാണ് ഇവിടെ അല്ലെങ്കിൽ മറ്റു തിയേറ്ററുകളിലായാലും എത്തുള്ളൂ. അപ്പോൾ ആ ഒരു പിന്തുണ അവർ അറിയിക്കുന്നുണ്ട്, മൊത്തത്തിൽ ആ സിനിമയെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥന കൂടി നമ്മൾ ഭാഗത്തുനിന്ന്. ചിത്രാംഗന ഫിലിം സൊസൈറ്റിയിലെ മെമ്പറാണ്. അത് സ്ത്രീകളായിട്ട് തുടങ്ങിയിരിക്കുന്നതാണ് തൃശ്ശൂർ. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു 100-ലധികം മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ സ്ത്രീകളുടെ സിനിമ, അത് ഏത് പ്രായമായാലും സ്ത്രീകളുടെ സിനിമ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ്. അപ്പോൾ അത് സാറ ടീച്ചറായിരുന്നു അതിൻ്റെ ഇനാഗുറേഷനൊക്കെ നടത്തിയത്. കുറച്ച് മാസം മുൻപായിരുന്നു. അപ്പോൾ ഇപ്പോൾ നീള അതുപോലെയുള്ള കനി കുസൃതിയുടെ സിനിമയായിരുന്നു ഇനാഗുറൽ ആയിരുന്നത്. അപ്പോൾ അങ്ങനത്തെ സിനിമകൾ അവിടെ ഇപ്പോഴും കാണിക്കുന്നുണ്ട്. ഞാൻ അവിടെ പോകാണ്ട് ഇവിടെ വന്നത് എനിക്ക് ഇവിടെ കാണണം. പിന്നെ സുരഭി തിയേറ്ററിനോട് പ്രത്യേക ഒരു ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ എന്തായാലും നേരിട്ട് കാണാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ഏറ്റവും നന്നായിരുന്നു. എനിക്ക് ഒരു ചെറിയ നെഗറ്റീവ് പറയാൻ തോന്നുന്നത്, അത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, പാർലറിലെ ഒരു കഥകൾ പറയുന്നത് കുറച്ച് കൂടി ഉണ്ടോ എന്ന് തോന്നി. കുറേ കഥകൾ പറഞ്ഞല്ലോ എല്ലാവരും ഓരോരുത്തരായിട്ട്. അത് ഇത്തിരി ഇതായിട്ട് തോന്നി. അത് മാത്രമേ ഉള്ളൂ. വേറെ എല്ലാം ഭയങ്കര ഇഷ്ടമായി. അതിലും ഒരു പെൺകുട്ടിയുടെ സമ്മർദ്ദം അത്ര നന്നായിട്ട് അവതരിപ്പിക്കാനായിട്ട് മീനാക്ഷിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും. മീനാക്ഷി ഒരു തുടക്കക്കാരിയാണെന്നൊന്നും തോന്നുന്നില്ല. അതാണ് എൻ്റെ ഒരു എന്തായാലും ഇനിയും നല്ലൊരു ഇതുണ്ടാവട്ടെ ഈ സിനിമയിൽ എന്ന് ആശംസിക്കുന്നു, അഭിനന്ദിക്കുന്നു. ഇത് ഫസ്റ്റ് ഫിലിമാണോ? ജോളി ചെറിയായിട്ട് നമ്മുടെ സുഹൃത്താണ്. പുള്ളിയെ ഇന്നലെ വിളിച്ചിരുന്നു. അപ്പോൾ ആള് പനി ചുമയായിട്ട് ഇരിക്കാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇന്ന് വരുമായിരുന്നു പറഞ്ഞു. കോഴി ഇപ്പൊ ആക്ടറാണ്. അതിന് ഗംഭീര അഭിനയം കാഴ്ച. പടത്തിലാണിപ്പോ. ചേട്ടാ, ഞാൻ ഇത് അജയൻ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് പറയാം. അജയൻ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് റൈറ്ററിൽ നിന്ന് തുടങ്ങുന്ന ഒരാൾ സംവിധായക, പിന്നെ അതുപോലെ എഡിറ്റർ കൂടിയാണല്ലോ. അതിൻ്റെ ഒരു തോട്ട് പ്രോസസ്സിലൂടെ മുഴുവൻ കടന്നുപോയ ഒരു സംവിധായകൻ നിലയ്ക്ക് അത് മുഴുവൻ നമുക്ക് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, സന്തോഷമുള്ളൊരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഈ സിനിമ കുറേ കാലം നമ്മുടെ കൂടെ വരും. അപ്പം ഇപ്പോൾ ഒരു അഭിപ്രായം പറയുന്നതിനേക്കാൾ ഒരു 7 ദിവസം കഴിഞ്ഞിട്ട് അഭിപ്രായം പറഞ്ഞാൽ കുറച്ചുകൂടി നല്ല അഭിപ്രായം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറേ ദിവസം ഈ സിനിമ നമ്മുടെ കൂടെ ഇപ്പോഴേ ഉണ്ട് കൂടെ. അത് നമ്മുടെ വാക്കുകളെ വല്ലാതെ പിറകോട്ട് വലിപ്പിക്കുന്നത് ഈ സിനിമ കൂടെ ഉള്ളതുകൊണ്ടാണ്. ഒരു തുടക്കക്കാരിയുടെ സിനിമ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ആദ്യ സിനിമ എന്ന നിലയ്ക്ക് ഇത് ഞങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിച്ചൊരു സിനിമയാണ്. ആ അർത്ഥത്തിൽ അതൊരു വിജയമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. നല്ല ചിത്രങ്ങൾ ഇനി ഉണ്ടാകട്ടെ. സച്ചേട്ടാ, ഇതിപ്പോൾ ഓരോ കലാരൂപമാണെങ്കിലും ഏത് കലാരൂപമാണെങ്കിലും ആദ്യം ഇത് ഈ കല ആവിഷ്കരിക്കുന്ന ആൾക്കൊരു തൃപ്തി വരണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റൊരാളെ കൂടി കാണിച്ചു കഴിയുമ്പോൾ ഏകമല്ലാണ്ടായി അനേകമായി. പിന്നെ ഇപ്പം നാനാലോകം, ഞങ്ങളെല്ലാവരും ഇരിക്കുന്നിടത്ത് നാനാലോകത്ത് കൊണ്ടുവന്ന് കാണിക്കുകയാണ് ചെയ്തത്. ഈ ബാലു പറഞ്ഞതിനോട് ചേർത്തല്ല ഞാൻ പറഞ്ഞത്, ഇതായിട്ടാണ് നമുക്ക് ഏതോ ഒരു തലത്തിൽ മിണ്ടാട്ടം മുട്ടിച്ച് ഇരുത്തിയേക്കാണ് നിങ്ങൾ. ഇപ്പോൾ ഈ കല ആദ്യമായിട്ട് ചെയ്യുന്നതാണോ, സിനിമ ആദ്യമായിട്ട് ചെയ്യുന്നതാണോ, ഒടുവിലത്തെ സിനിമയാണോ, അതൊന്നല്ല പ്രശ്നം. നിങ്ങളുടെ ഉള്ളിൽ ഈ യന്ത്രസ്വാധീനം, ഞാൻ ചെണ്ട കൊട്ടിരുന്നു, അതാണ് പറഞ്ഞത്.
ചെണ്ട കൊട്ടുന്ന ആൾക്കാർക്ക് ആ യന്ത്രം ഉപയോഗിക്കുന്ന യന്ത്രത്തിന് ഒരു സ്വാധീനമുണ്ട്, അതിനോടുള്ള അടുപ്പം, അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. വളരെ സന്തോഷം തോന്നി. അത് ഒരു ചെറിയ സ്ഥലത്ത് വെച്ച് ഇങ്ങനെ ഒരു സിനിമ പിടിക്കലും ബുദ്ധിമുട്ടാണ്. ഒരു സെറ്റ് ഇട്ടിട്ട് ഒരു വലിയ പാടാത്. വളരെ സന്തോഷം. എനിക്ക് പറയാനുള്ളത്, ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് എന്നുള്ള നിലയ്ക്ക് കുറേ നാൾ മനസ്സിൽ കൊണ്ടു നടന്ന ഒരു സങ്കല്പമായിരിക്കുമല്ലോ സിനിമ എടുക്കുക എന്നുള്ളത്. അതൊരു സ്ത്രീപക്ഷ സിനിമ. ഇപ്പോൾ വർത്തമാന കാലത്തെ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ വിഷയങ്ങളെ അവരുടെ പക്ഷത്ത് നിന്ന് നോക്കി കാണാൻ ശ്രമിക്കുക. ഇതിൽ പുരുഷനെ വല്ലാണ്ട് അരികുവൽക്കരിച്ചു. ഒരു പുരുഷനില്ലാത്ത അല്ലെങ്കിൽ ഒരു ബിംബമായിട്ട് മൊബൈലിൽ കാണുന്ന ഒരു കാമുകൻ എന്നുള്ള നിലയ്ക്ക്. പിന്നെ ഞാൻ ഇടയ്ക്ക് ആ പാർലറിൻ്റെ ഉടമയുടെ ഹസ്ബൻഡിൻ്റെ ഒരു ശബ്ദം കേട്ടു. അത് അദ്ദേഹം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു ആശ്വസിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു പിന്നെ വരുന്ന പുരുഷൻ കോഴിയാണ്. അതെല്ലാം പുരുഷന്റെ മുഴുവൻ സങ്കല്പം ആ കോഴിയിലേക്ക്. ആ കോഴി നേർച്ച നടക്കുന്നിടത്തെല്ലാം പുരുഷന്മാരാണ്. അതെ 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 എല്ലാ വെട്ടുന്നതും വയ്ക്കുന്നതും ഒക്കെ. എല്ലാ കുരുതിയുടെയും നേർച്ചയുടെയും പുറകിൽ പുരുഷനുണ്ട് എന്നുള്ളത് അറിയാം. കൊണ്ടുപോയിട്ട് അവസാനം പുരുഷനെ കൊണ്ടുകൊടുത്തത് ഞാൻ ഈ മനോജ് പറഞ്ഞില്ലേ ഇതിന് ഇത് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ടാക്സ് ഇളവ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനോജല്ലേ അല്ല ടാക്സ് ഇളവ് കിട്ടൂലോ? ഉണ്ടല്ലോ, കിട്ടും. എന്റർടൈൻമെന്റ് ടാക്സ് കട്ട് ഇവിടെ 10 രൂപ മാറ്റിയിട്ടുള്ളൂ. 150 വരുന്നില്ല, 10 രൂപ എന്റർടൈൻമെന്റ് ടാക്സ്. ഈ പെൺകുട്ടികളോട് പറയാവുന്ന ഒരു സന്ദേശം, ഇത് തൊഴിലെടുക്കുന്നവരാണ് കൂടുതൽ പേരും, പ്രത്യേകിച്ചൊരു ലോവർ മിഡിൽ ക്ലാസ് എന്നുള്ള നിലയ്ക്കുള്ള ആളുകൾ. അല്ലാത്തവരും ഉണ്ട് അതിൽ. ഈ പ്രധാന കഥാപാത്രം അതാണല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഇന്നത്തെ ഒരു കാഴ്ചപ്പാട്, സുരക്ഷിതമായ ഒരു ജോലി കഴിഞ്ഞ് വന്ന് താമസിക്കാവുന്ന ഒരു സ്ഥലം, ഒരു ഇടം കിട്ടിയാൽ അത്യാവശ്യം തൊഴിലും ചെയ്ത് മറ്റൊരാശ്രയമില്ലാണ്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു രീതി, അതാണല്ലോ പുറം നാട്ടിലൊക്കെ നമ്മൾ കണ്ടുവരുന്നത്. ആ ഒരു സന്ദേശം ശക്തമായിട്ട് അവതരിപ്പിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഈ മുറി കാമുകൻ 1-2 പ്രാവശ്യം വിളിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ആശ്വാസത്തിന് ഇവർക്കും ഒരു മുറി അന്വേഷിക്കുന്ന ഒരു സാഹചര്യം അവസാനം അങ്ങോട്ടാ പോണേ. അവരിറങ്ങി പോവാണ്. അല്ല, അത് നമ്മള് വീട്ടിലേക്കും പോവാൻ പറ്റുന്നില്ല, കാമുകന്റെ അടുത്തേക്കും പോവാൻ പറ്റില്ലാത്തൊരു സ്ഥലത്താണല്ലോ അവിടെ നിർത്തുന്നത്. പിന്നെ മറ്റേ കൂട്ടുകാരി പറയുന്നുണ്ട്, നീ സ്വന്തമായിട്ട് തുടങ്ങ് ഒരു പാർലർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു സെൽഫ് സഫിഷ്യൻസിയിലേക്കുള്ള ഒരു പോക്കായിട്ടാണ് ഞാൻ കാണുന്നത് അതിനെ. അല്ലെങ്കിൽ എന്റെ മനസ്സിൽ ഇപ്പൊ വിക്ടോറിയക്ക് സ്വന്തമായിട്ടൊരു പാർലറൊക്കെ ഉണ്ട്. കഥാപാത്രത്തിന് ഇപ്പൊ ഒരു പാർലർ ഉണ്ട്. അത് കാണികളിലേക്കും അല്ലെങ്കിൽ ഈ കുട്ടികൾക്കും കൂടി ആ ഒരു സന്ദേശം കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബ്രൈറ്റ്നെസ്സിലേക്ക് കണ്ണ് തുറന്നിട്ട് പോകുന്ന ഒരു സാധനമായിട്ടാണ് അതങ്ങനെ കാണിക്കേണ്ട ആൾക്കാർ എന്താന്ന് വെച്ചാൽ നമുക്ക് പിന്നെ അങ്ങനെ നമുക്ക് പറയാനും പറ്റില്ലല്ലോ. നമ്മുടെ നാട്ടിലൊരു പെൺകുട്ടിക്ക് എങ്ങനെ അത്രയും വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പോയിട്ട് ഒരു സാധനം ഒറ്റയ്ക്ക് നിൽക്കാന്ന് പറഞ്ഞാൽ എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത് ഇപ്പൊ എനിക്ക് പോലും പറ്റുന്നില്ല. ഇത്രയും പുറത്തു പോയി പഠിച്ചിട്ടൊക്കെ വന്നിട്ടും നമുക്ക് അങ്ങനെ ഒരു അത്രയൊക്കെ നമുക്ക് പറ്റുള്ളൂ. തൊഴിലാളികളുടെ വിരോധം ഭയങ്കരമായിട്ട് ഇതിലുണ്ട്. പ്ലംബർമാർ അത്ര വിക്ടോറിയ ഏത് വിഭാഗത്തിലാണ് വരുന്നത്? തൊഴിലാളിയല്ലേ? അല്ല, അത് നമ്മൾ പുരുഷന്മാരെ മാത്രം ശ്രദ്ധിക്കുന്നുണ്ടായിട്ട് സ്ത്രീകൾ ഇപ്പൊ ചേച്ചി അവതരിപ്പിച്ച കഥാപാത്രം ഒരു ഡെയിലി വേജ് ദിവസം ആ കഥാപാത്രത്തിന്റെ അതിന്റെ ഒരു വലിയൊരു റിലവൻസ് ഉണ്ട്. അവർ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ഒരു റിലവൻസ് ഉണ്ട്. സെൽഫ് കെയറിന്റെ ഒരു ഭയങ്കര സാധനം അവരുടെ ഒരു ഇതുണ്ട്. അവര് പാറമട പോയി അല്ലെങ്കിൽ ഇതിൽ കാട്ടുപണി എടുക്കുന്ന ഒരു സ്ത്രീ അവരുടെ ഒരു സെൽഫ് കെയർ നടത്തുന്നതിന്റെ ഒരു സാധനം ഇന്ന് ഭയങ്കരമായിട്ട് ആളുകൾ പറയുന്നൊരു സാധനം കൂടിയാണല്ലോ അത് വളരെ കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ സാധനം കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മുഴുവൻ സമയ സിനിമാ പ്രവർത്തനമാണോ മറ്റെന്തെങ്കിലും മേഖലകൾ? ഞാൻ പഠിക്കുകയാണ്, PhD ചെയ്യാണ് ഞാൻ. അതിന്റെ ഇടയിലാണ് ഈ പ്രോജക്റ്റ് കിട്ടിയത്. എന്താണ് PhD വിഷയം? സിനിമ തന്നെയാണ്. ഡോക്യു ഫിക്ഷൻ സിനിമകളെ കുറിച്ചാണ്. ഡോക്യുമെന്ററിയും ഫിക്ഷനും കൂടെ ഒന്നിച്ചു വരുന്ന സിനിമകളെ കുറിച്ചാണ് PhD പഠനം നടക്കുന്നത്. ബോംബെയിൽ IIT. ഞാൻ ഇപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട്. നാട്ടിലായിരുന്നു ഞാൻ എഞ്ചിനീയർ
അതായത് ഒരു മോശപ്പെട്ട ഡോക്യുഫിക്ഷൻ വേണമെങ്കിൽ ഞാൻ നിർദ്ദേശിക്കാം. റോഡ് അപകടങ്ങളെക്കുറിച്ച് ആശിഷ് പറഞ്ഞോളൂ. റോഡ് ഹേർട്സ് എന്ന് പറഞ്ഞിട്ട് നോവ് തീണ്ടിയ പാതകൾ എന്ന് പറഞ്ഞിട്ട് ആശിഷും ഞാനൊക്കെയാണ് അതിൻ്റെ പ്രതി. കണ്ടു നോക്കാവുന്നതാണ്. എവിടെ അവൈലബിൾ? അയക്കാം. ശരി. അതെ അതെ, ബാലുചേട്ടന് വോയിസ് കൊടുത്തിട്ടുണ്ട് കുറച്ച്. അത് ഇവരൊക്കെ സഹകരിച്ചിട്ടുണ്ട്. ഗിരിച്ചിട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി. ആരോടെങ്കിലും സിനിമ കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പറയണം. കാരണം 2 ദിവസം കൂടിയൊക്കെ ഇനി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഒരു നല്ല